ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി മാസഫലം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാകും? ആദ്യം നമുക്ക് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ജനുവരി മാസത്തിലെ ആഗ്രഹ ഗോചരസ്ഥിതി ഇങ്ങനെ നോക്കാം. ജന്മരാശിയാധിപൻ ബുധനാണ്. ആ ബുധൻ ജനുവരി 4-ന് 7-ാം ഭാവരാശിയിലേക്ക് വരുന്നു. 24-ന് ആ ബുധൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ 13 വരെ 7-ലുണ്ടാകും. അതിനുശേഷം ആ സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. ചൊവ്വാഗ്രഹം 2-ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. വക്രത്തിൽ സഞ്ചരിച്ച് ജനുവരി 21-ന് ആ ചൊവ്വാഗ്രഹം ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ഗുരുവാണെങ്കിൽ 12-ല് വക്രസ്ഥിതി തുടരുന്നു. ശുക്രനാണെങ്കിൽ 9-ൽ സഞ്ചരിക്കുന്നു. 28-ന് ആ ശുക്രൻ 10-ലേക്ക് രാശി മാറുന്നു. ശനി 9-ൽ സ്ഥിതി തുടരുന്നു. രാഹു 10-ലും കേതു 4-ലും സ്ഥിതി തുടരുന്നു. അപ്പം ആദ്യം നമുക്ക് ഇവരുടെ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ 21 മുതൽ ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ജന്മരാശിയിലേക്ക് വരുന്ന സമയമായതുകൊണ്ട് അവിടെ നമ്മൾ ഒരു കെയർ വേണം. അതുപോലെ 14 മുതൽ സൂര്യൻ അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്. ജന്മരാശിനായിട്ടുള്ള ബുധനും 24-ന് അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ഇപ്പം 4-ലാണെങ്കിൽ സുഖസ്ഥാനത്ത് കേതു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ യാത്രകളിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം. ആഹാരത്തിലും കെയർ വേണം. പൊതുവെ മാനസികമായിട്ടൊരു പിരിമുറുക്കമൊക്കെ, വൈകാരികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ ഒക്കെ ചിലപ്പോൾ ജനുവരി മാസത്തിൽ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 4-ലും 6-ലും 8-ലും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാലും അത് വശാകില്ല. അവയൊക്കെ നിയന്ത്രണ വിധേയമാകും. അതേസമയം പേരൻസിൻ്റെയൊക്കെ ആരോഗ്യത്തിൽ അവസാനത്തെ 2 വാരത്തിൽ കെയർ വേണം. ഇനി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹു ഉണ്ട്. അപ്പം ഈ തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നു. എങ്കിലും തിടുക്കത്തിലുള്ള തീരുമാനം ഒഴിവാക്കണം. കാരണം രാഹു നമ്മൾ സഡൻ തീരുമാനം എടുക്കാനൊക്കെ ചിലപ്പോൾ പ്രേരിപ്പിക്കും. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ദൂരസ്ഥലത്തേക്കൊക്കെ ഒരു ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. കർമ്മഭാവാധിപൻ 12 നിൽക്കുന്ന സമയമായതുകൊണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ തൊഴിലൊരു സുഖക്കുറവുണ്ടാക്കും. ഇപ്പോൾ രാഹുവിൻ്റെ 10-ലെ സ്ഥിതിയും അതുപോലെയാണ്. തൊഴിലൊക്കെ എക്സ്പാൻഷനൊക്കെ അത് സഹായകമാണ്. എങ്കിലും തൊഴിലിടത്ത് ഒരു സുഖക്കുറവ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ തോതിലുള്ള തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്സ് ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം. കാരണം രാഹു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹവും കൂടിയാണ്. 10-ലെ രാഹുവൊക്കെ തൊഴിൽ മാറുന്നതിനൊക്കെ പ്രേരിപ്പിക്കും. പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവയിലെ പാക്കേജ് ഇവയൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തിയതിന് വേണം. അതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ തൊഴിൽ മാറ്റത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. കഴിവതും ഹേസ്റ്റി ആയിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തൊഴിലിടത്ത് ചിലർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവയൊക്കെ നമ്മൾ ദൃഢനിശ്ചയത്തോടെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഈ കുറുകാർക്ക് വേണം. കർമ്മഭാവാധിപൻ 12-ൽ വക്രത്തിലായതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല സ്ഥിതിയാണ്.
10-ലെ രാഹുവും ഈ വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ലെ വക്രത്തിലാണ്. അത് പ്രത്യേകിച്ച് ബിസിനസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്ലാൻ, അതിനുള്ള തന്ത്രങ്ങൾക്കൊക്കെ രൂപം കൊടുക്കുന്നതിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കും. എങ്കിലും ബിസിനസ്സിൽ അല്പം കെയർ വേണം. 7-ാം ഭാവാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് അവസാനത്തെ വാരമൊക്കെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അവസാനത്തെ വാരം നമ്മൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതേസമയം വിദേശ വിപണനം, വിദേശത്ത് ട്രേഡ് വ്യാപനമൊക്കെ തന്നെ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. ഗുരുവിൻ്റെ 12-ലെ സ്ഥിതിയും ആ 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ ഭാഗ്യസ്ഥാന സ്ഥിതിയൊക്കെ നമുക്ക് വിദേശ വിപണനത്തിന് സഹായകമാണ്. ഇനി ഈ മിഥുനക്കൂറിലെ പെടുന്നവരുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇങ്ങനെയെന്ന് നോക്കാം. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 7-ഉം 8-ഉം ഭാവരാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അത് ബുധൻ അഷ്ടമത്തിലൂടെ സഞ്ചരിച്ചാലും പഠനത്തിന് അത് ദോഷം ചെയ്യില്ല, പഠനത്തിന് അനുകൂലമാണ്. 23 വരെ ജന്മരാശ്യാധിപനായിട്ടുള്ള അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ജന്മരാശിയിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അത് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ശനിയും ശുക്രനും ഒക്കെ ഇവിടെ യോഗം ചെയ്യുന്നുണ്ട് 9-ൽ. അതും വളരെ ഗുണം ചെയ്യും. അത് വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ആ ശനി ശുക്രനൊക്കെ സൃഷ്ടിക്കും. ഗവേഷണത്തിനും അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ്. 21 മുതൽ ചൊവ്വാഗ്രഹം, പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനാണ്. ആ ചൊവ്വാഗ്രഹം ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കുറയാൻ ഇടയുണ്ട്. അപ്പോൾ നമ്മൾ ഉയർന്ന സ്കോറൊക്കെ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാരമൊക്കെ അല്പം കൂടുതലായിട്ടുള്ള ഒരു പ്രയത്നം അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ 11-ാം ഭാവാധിപനായിട്ടുള്ള 11-ാം ഭാവാധിപൻ അവിടെ ധനസ്ഥാനത്ത് നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ വക്രത്തിൽ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ധനവരവിലുള്ള ആ കുറവ് അത് ക്രമേണ മാറും. ധനകാരകൻ ഗുരു 12-ൽ വക്രത്തിലാണ്. അത് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പരിശ്രമങ്ങൾ ഈ സമയത്തുണ്ടാകും. മാത്രമല്ല 11-ൽ ശനിയുടെയൊക്കെ ദൃഷ്ടിയുണ്ട്. അത് നീചദൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന പണം കൈവശം വന്നു ചേരുന്നതിൽ അല്പം കാലതാമസം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പൊതുവെ ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ്. പണം കൈകാര്യം ചെയ്യുന്നതിലും അതുപോലെ തന്നെ ധനം ചെലവ് ചെയ്യുന്നതിലും ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് ജനുവരി മാസത്തിൽ വേണം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം 12-ൽ വക്രത്തിലാകണം. അപ്പോൾ ആലോചനകൾ നമുക്ക് വന്നാലും അത് വേഗത്തിൽ നീങ്ങണമെന്നില്ല. എങ്കിലും വിവാഹം ചിലപ്പോൾ ഒക്കെ ആ വിവാഹം നിശ്ചയമൊക്കെ നീണ്ടുപോകുന്നതിനൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു ശ്രമമൊക്കെ ആ ഗുരുവിൻ്റെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകും. ഗുരു 12-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലും, ആ ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ശനിയോടൊപ്പം സ്ഥിതി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആലോചനകളിലൊക്കെ ഒരു കെയർ വേണം. കമിതാക്കൾക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ്. അത് പ്രണയബന്ധമൊക്കെ സുഗമമാക്കും. ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ 2 വാരം സൂര്യൻ 7-ലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ 7-ാം ഭാവാധിപൻ അനിഷ്ടസ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുന്ന സമയവുമാണ്. അപ്പോൾ ശുക്രൻ്റെ 9-ലെ സ്ഥിതി ആണ് നമുക്ക് അല്പം ആശ്വാസം തരുന്നത്. മൊത്തത്തിൽ ഗുണദോഷ
സമ്മിശ്രമായിട്ടുള്ള ഒരവസ്ഥയാണ് ദാമ്പത്യ ബന്ധത്തിൽ കാണുന്നത്. 21 മുതൽ 7 6-ാം ഭാവാധിപനായിട്ടുള്ള ആ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് അല്പം കെയർ അവിടെ വേണം. കാരണം ശത്രുസ്ഥാനാധിപൻ ജന്മരാശി നിന്നുകൊണ്ട് 7 ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അവിടെ അല്പം തർക്കങ്ങൾ, മറ്റ് ഈഗോ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാതെ നോക്കണം. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2 നിൽക്കുന്ന കുജൻ വക്രത്തിലാകുന്നത് പ്രത്യേകിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നു. എങ്കിലും 2 കുജൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. 4 കേതുണ്ട്. അതുപോലെ ഒരു സുഖക്കുറവുണ്ടാക്കും. എങ്കിലും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയ 4 വരുന്നത് നമുക്ക് ആ കുടുംബത്തിലെ ഒരു സുഖക്കുറവൊക്കെ പരിഹരിക്കുന്നതിന് അത് സഹായകമാണ്. 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4 മുതൽ 23 വരെ, അസുഖസ്ഥാനാധിപൻ 23 വരെ 7-ാം ഭാവരാശി നിന്നുകൊണ്ട് ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിനും പ്രത്യേകിച്ച് ഫാമിലി ലൈഫൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാണ് എന്ന് തന്നെ പറയാം. ജനുവരി 1, 2, 10, 11, 24, 25 ഈ തീയതികൾ പ്രത്യേകിച്ചും മിഥുനക്കുറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക. പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്, ഇവയൊക്കെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ്. മിഥുനക്കുറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരാറുള്ളൂ. മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. അങ്ങനെ കേൾക്കുന്നത് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും. മാത്രമല്ല ലഗ്നഫലത്തിന് കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.